സെക്ഷൻ 194Q നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സായിട്ട് ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ ടേൺ ഓവർ 20 കോടി രൂപയിൽ കൂടുതലാണ് എന്ന് കരുതൂ. അപ്പോൾ കഴിഞ്ഞ ഇതുവരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ 10 ക്രോർസ് ആയിരുന്നു അതിന്റെ ലിമിറ്റ് വരുന്നത്, ഈ സെക്ഷന്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊരു ബയ്യറാണ്, നിങ്ങൾ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്. അയാളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇടപാട് 50 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓരോ പേയ്മെന്റിനും ഈച്ച് ആൻഡ് എവരി പേയ്മെന്റിനും നിങ്ങൾ 0.1% TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാണ് സെക്ഷൻ 194Q വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്ഷൻ 206 ഒരു TCS കൂടി അപ്ലിക്കബിൾ ആയിരുന്നു. അപ്പൊ ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ 194Qവും 206ഉം. അപ്പോൾ ഈ ബഡ്ജറ്റിൽ 2025-26 ബഡ്ജറ്റിൽ ആ TCSന്റെ പ്രൊവിഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ടോട്ടലി നമുക്ക് ഒഴിവായിട്ട് കിട്ടിയിട്ടുള്ളത് നടക്കാം. നിങ്ങളുടെ ബിസിനസ്സോ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു പെർക്വിസിറ്റ്സ് കിട്ടുകയാണെന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആവുന്ന TDS ആണ് സെക്ഷൻ 194R പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അതിന്റെ ഒരു സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. പക്ഷെ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ അതിന്റെ സീലിംഗ് ലിമിറ്റ് 50,000 rupees ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ വരുന്ന ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 10% ആണ് അതിന്റെ റേറ്റ് വരുന്നത്.